നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ മകരം രാശിക്കാരുടെ 2026 മാർച്ച് മാസത്തെ പ്രവചനങ്ങളാണ് നോക്കുന്നത്. രാശിചക്രത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പ്രകാരമുള്ള ഈ വിശകലനത്തിൽ നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഈ പ്രവചനം നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങളുടെ രാശാധിപൻ ശനിയാണ്. ശനി ഇപ്പോൾ നിങ്ങളുടെ 3-ാം ഭാവത്തിൽ ശുക്രനോടൊപ്പം നിൽക്കുന്നു. മാർച്ച് മാസത്തിൽ സൂര്യൻ, ചൊവ്വ, രാഹു, ബുധൻ എന്നീ 4 ഗ്രഹങ്ങൾ നിങ്ങളുടെ 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. വ്യാഴം 6-ാം ഭാവത്തിലും കേതു 8-ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു. മാർച്ച് 11-ന് വ്യാഴം വക്രഗതിയിൽ നിന്ന് മാറി നേർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. ജ്യോതിഷമനുസരിച്ച് ജാതകത്തിലെ 1-ാം ഭാവം അല്ലെങ്കിൽ ജന്മരാശിയാണ് നമ്മുടെ ശരീരത്തെയും വ്യക്തിത്വത്തെയും പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ പൊതുവായ ശരീരപ്രകൃതി, പ്രതിരോധശേഷി, മാനസികാവസ്ഥ എന്നിവയെല്ലാം ഈ ഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. ഈ ഭാവത്തിന് ബലമുണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ കരുത്തുണ്ടാകും. മകരം രാശിയുടെ അധിപൻ ശനിയാണ്. നിങ്ങളുടെ രാശിയാധിപൻ ഇപ്പോൾ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. ജ്യോതിഷത്തിൽ 3-ാം ഭാവം എന്നത് ധൈര്യത്തെയും കരുത്തിനെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ രാശിയാധിപൻ നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് നല്ല ഊർജവും രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവും ഈ മാസം ഉണ്ടായിരിക്കും. ബുധൻ, രാഹു, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ജ്യോതിഷത്തിൽ ബുധൻ ചർമ്മത്തിന്റെ കാരകനാണ്. ബുധൻ രാഹുവിനോടും ചൊവ്വയോടും ചേർന്ന് നിൽക്കുമ്പോൾ അലർജി, ചൊറിച്ചിൽ അല്ലെങ്കിൽ ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ തടിപ്പുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ ചർമ്മത്തിന്റെ കാര്യത്തിൽ ഈ മാസം അല്പം കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ 2-ാം ഭാവത്തിലാണ് ഇപ്പോൾ 4 പ്രധാന ഗ്രഹങ്ങൾ നിൽക്കുന്നത്. 2-ാം ഭാവം എന്നത് പ്രധാനമായും മുഖം, വായ, തൊണ്ട എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയധികം ഗ്രഹങ്ങൾ അവിടെ ഒന്നിച്ചു നിൽക്കുന്നത് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. പ്രധാനമായും തൊണ്ടയിൽ അണുബാധ, കഫക്കെട്ട് അല്ലെങ്കിൽ ചുമ എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ തണുത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ചുരുക്കത്തിൽ ചെറിയ ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് തൊണ്ടയിലും ചർമ്മത്തിലും ഒഴിച്ചു നിർത്തിയാൽ ഈ മാസം നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. രാശാധിപന്റെ ബലം നിങ്ങളെ സംരക്ഷിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് മാസം വളരെ നിർണായകവും ഗുണകരവുമാണ്. ജ്യോതിഷത്തിൽ 5-ാം ഭാവത്തെയാണ് വിദ്യാസ്ഥാനം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബുദ്ധിശക്തി, ഏകാഗ്രത, വിദ്യ അഭ്യസിക്കുവാനുള്ള കഴിവ് എന്നിവയെല്ലാം ഈ ഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഭാവത്തിന്റെ അധിപൻ ശുക്രനാണ്. നിങ്ങളുടെ 5-ാം ഭാവാധിപനായ ശുക്രൻ ഇപ്പോൾ 3-ാം ഭാവത്തിൽ രാശിയാധിപനായ ശനിയോടൊപ്പം നിൽക്കുന്നു. ശനി 5-ാം ഭാവത്തെ നോക്കുന്നുമുണ്ട്. ശനി എന്നത് അച്ചടക്കത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഗ്രഹമാണ്. അതിനാൽ തന്നെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ഗൗരവത്തോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചു തീർക്കാനും നിങ്ങൾക്ക് സാധിക്കും. പഠനത്തിൽ ഏതെങ്കിലും പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കാനോ ഏത് വിഷയം പഠിക്കണമെന്ന് തീരുമാനിക്കാനോ പ്രയാസപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. ശനിയുടെ വീക്ഷണമുള്ളതുകൊണ്ട് വൈകാരികമായി ചിന്തിക്കാതെ പ്രായോഗികമായി ചിന്തിച്ച് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. 3-ാം ഭാവം യാത്രകളെ സൂചിപ്പിക്കുന്ന ഇടമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എഴുതാനോ അല്ലെങ്കിൽ മികച്ച കോളേജുകളിൽ അഡ്മിഷൻ നേടാനോ വേണ്ടി ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നാൽ അത് വലിയ വിജയത്തിൽ കലാശിക്കും. വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വഴിത്തിരിവാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടാവുകയും അത് വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. മകരം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം ഭാഗ്യവും കഠിനാധ്വാനവും ഒത്തുചേരുന്ന സമയമാണ്. മടി മാറ്റിവെച്ച് പരിശ്രമിച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ നിങ്ങൾക്ക് സാധിക്കും.
ജ്യോതിഷത്തിൽ ജാതകത്തിലെ 7ാം ഭാവമാണ് ദാമ്പത്യം, പങ്കാളി, കൂട്ടുകെട്ടുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സ്വഭാവവും നിങ്ങളുമായുള്ള ഒത്തുപോകൽ എന്നിവയെല്ലാം ഈ ഭാവത്തെയും അവിടുത്തെ അധിപനെയും ആശ്രയിച്ചിരിക്കും. മകരം രാശിയുടെ അധിപൻ ശനിയാണ്. എന്നാൽ നിങ്ങളുടെ 7ാം ഭാവാധിപൻ ചന്ദ്രനാണ്. ശനി വളരെ സാവധാനം സഞ്ചരിക്കുന്ന അച്ചടക്കമുള്ള ഗ്രഹമാണ്. എന്നാൽ ചന്ദ്രൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഗ്രഹമാണ്. ഈ 2 ഗ്രഹങ്ങളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം നിങ്ങളുടെയും പങ്കാളിയുടെയും ചിന്താഗതികളിൽ പ്രതിഫലിച്ചേക്കാം. പങ്കാളിയുടെ ചിന്തകൾ നിങ്ങളുടേതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായേക്കാം. നിങ്ങൾ കാര്യങ്ങളെ പ്രായോഗികമായി കാണുമ്പോൾ പങ്കാളി വികാരപരമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഇത് കാരണം ചെറിയ രീതിയിലുള്ള വാഗ്വാദങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായേക്കാം. എങ്കിലും ഇതൊന്നും ഗൗരവകരമായ പ്രശ്നങ്ങളാവില്ല. ഈ മാസം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. അതായത് ചെറിയ പിണക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും വലിയ തോതിൽ ബന്ധത്തെ അത് ബാധിക്കില്ല. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ഈ മാസം വളരെ അനുകൂലമാണ്. ദൂരയാത്രകളോ വിനോദയാത്രകളോ പ്ലാൻ ചെയ്യുന്നത് ബന്ധത്തിൽ കൂടുതൽ അടുപ്പം കൊണ്ടുവരും. ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ പങ്കാളിയുമായി ചേർന്ന് പ്ലാൻ ചെയ്യാനും ഈ മാസം വളരെ മികച്ചതാണ്. ചെറിയ വാശികളും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചാൽ സമാധാനപരമായ ഒരു ദാമ്പത്യ ജീവിതം ഈ മാസം മകരം രാശിക്കാർക്ക് ലഭിക്കും. വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് ഗുണകരമാകും. നിങ്ങളുടെ തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണിത്. ജ്യോതിഷത്തിൽ 9ാം ഭാവത്തെയാണ് ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാഗ്യാധിപനായ ബുധൻ ഇപ്പോൾ നിൽക്കുന്നത് 2ാം ഭാവത്തിലാണ്. ഭാഗ്യാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് വളരെ അപൂർവവും ഗുണകരവുമായ ഒരു അവസ്ഥയാണ്. ഇതിനർത്ഥം ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ ഈ മാസം നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുമെന്നാണ്. തടസ്സപ്പെട്ട് കിടന്ന ധനം ലഭിക്കാനും ഇത് സഹായിക്കും. 10ാം ഭാവം നിങ്ങളുടെ കർമ്മസ്ഥാനം അഥവാ തൊഴിലിനെ സൂചിപ്പിക്കുന്നു. ഈ മാസം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ കഠിനാധ്വാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിയും പ്രയത്നവും മേലധികാരികൾ തിരിച്ചറിയുകയും അതിനർഹമായ അംഗീകാരമോ പ്രശംസയോ ലഭിക്കുകയും ചെയ്യും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുക. നിങ്ങൾ IT, സോഫ്റ്റ്വെയർ, ടെക്നിക്കൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ മാസം വലിയ പുരോഗതി പ്രതീക്ഷിക്കാം. അതുപോലെ വിദേശ കമ്പനികളിലോ വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം വളരെ ഗുണകരമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ തേടിയെത്തും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പുതിയ നിക്ഷേപങ്ങൾക്കോ ബിസിനസ് വിപുലീകരണത്തിനോ ഈ സമയം അനുയോജ്യമാണ്. എന്നിരുന്നാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: നിങ്ങളുടെ സംസാര ശൈലി. നിങ്ങളുടെ 2ാം ഭാവത്തിൽ, അതായത് സംസാര സ്ഥാനത്ത് ഒന്നിലധികം ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ അല്പം കടുപ്പമുള്ളതാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാം. ഇത് ബിസിനസ് പങ്കാളികളുമായോ കസ്റ്റമേഴ്സുമായോ ഉള്ള ബന്ധത്തെ ബാധിക്കാനിടയുണ്ട്. അതിനാൽ സംസാരിക്കുന്നതിന് മുൻപ് 2 തവണ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ചുരുക്കത്തിൽ, ഭാഗ്യം നിങ്ങളുടെ കൂടെയുള്ള മാസമാണിത്. കരിയറിലും ബിസിനസ്സിലും ഉയർച്ചയുണ്ടാകാൻ ഗ്രഹനില നിങ്ങളെ സഹായിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷാറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.